പരിശുദ്ധാത്മാവിന് നമ്മുടെ ചിന്തകൾ അറിയാം. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. എന്താ ലോകത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത? ലോകത്തിന്റെ അരൂപി പറയും തല്ലുപിടിക്ക്. കുഞ്ഞുമക്കളോട് ലോകത്തിന്റെ ആത്മാവ് പറയും കോപ്പിയടിക്ക്. കുഞ്ഞുങ്ങളോട് ലോകത്തിന്റെ അരൂപി പറയും വഴക്കുണ്ടാക്ക്, ദേഷ്യപ്പെട്. ലോകത്തിന്റെ അരൂപി കൊണ്ട് പലതും സംഭവിക്കും. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, അനുസരണക്കേടിന്റെ ആത്മാവിനെ അല്ല. നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല. പിന്നെ ആരുടെ ആത്മാവിനെയാണ്? ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ളത് വിശുദ്ധിയുടെ ആത്മാവാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ത്യാഗത്തിന്റെ ആത്മാവാണ്. നമ്മുടെ ഉള്ളിലുള്ളത് സ്നേഹത്തിന്റെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് തുടർന്ന് പറയുകയാണ്, ദൈവാത്മാവില്ലാത്തത് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് ദൈവീകമായ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് ചില ആളുകൾക്ക് മനസ്സിലാകാത്തത്. പൗലോസ് ഒടുവിൽ പറയുന്നത് വായിക്കട്ടെ. ഞങ്ങൾക്കാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ചങ്കിൽ തൊട്ടിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പറ്റണം, എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ഭർത്താവിനോട് ഭാര്യയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റട്ടെ, എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ഒരച്ഛന് ജനത്തെ നോക്കി പറയാൻ പറ്റട്ടെ, എനിക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടെന്ന്. ഇന്ന് നമ്മുടെ ഹൃദയത്തെ പിളർക്കുന്ന ചോദ്യം അതാണ്. കുഞ്ഞെ, നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? നിനക്ക് മാർക്കുണ്ടോ എന്നോ, നിന്റെ കയ്യിൽ പണമുണ്ടോ എന്നോ, നിനക്ക് കാറുണ്ടോ എന്നോ, 10 ഏക്കറുണ്ടോ എന്നോ അല്ല ചോദ്യം. നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? നിനക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകാൻ ഇതാ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വന്ന് നിനക്കത് സമ്മാനമായി തരും. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ.